ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ സ്കൂൾ പോകണ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം അങ്ങനെ രാവിലെയും ക്യാമറയും പിടിച്ച് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് തന്നെ കൊലായിയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി പിന്നെ ഞാൻ എന്താ പറയുക എൻ്റെ പണിയിലേക്ക് കിടന്നു. അപ്പോൾ ടൈം 8 മണിയായിട്ടുണ്ട്. ഞാൻ 7 ആകുമ്പോൾ മദ്രസ വിട്ട് വരും കേട്ടോ. അപ്പം ഇപ്പോൾ ടൈം 8:01 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഉമ്മ പറഞ്ഞ് തേങ്ങ പൊളിക്കാൻ എന്ന് വെച്ചാൽ കറി ഉണ്ടാക്കണം സ്കൂളിൽ കൊണ്ടുപോകാനും. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ പറയുക തേങ്ങ പൊളിക്കാൻ പറഞ്ഞു അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തേങ്ങ പൊളിച്ചൊട്ടും. ഞാൻ തേങ്ങ പൊളിക്കാൻ പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ എനിക്ക് കാണാൻ പോകുന്നത്. ടേക്ക് 1 ഇപ്പം നിങ്ങൾ കണ്ടല്ലോ. ഫസ്റ്റ് തന്നെ ഇതാണ് ഞാൻ എന്തെങ്കിലും പണി എടുക്കാൻ തുടങ്ങിയ പിന്നെ അത് എന്തെങ്കിലും ഒരു കുയിൽ ചാടിയിട്ടേ പിന്നെ അത് അവസാനിക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു പണിയാണ്. പിന്നെ ടേക്ക് 2ലും മൊത്തം പാളി പോയിട്ട് പിന്നെ എങ്ങനെയൊക്കെ ആ പാരയെ അവിടെ കുത്തി ഉറപ്പിച്ചിട്ടാണ് പിന്നെ ഞാൻ തേങ്ങ ഒന്ന് പൊളിച്ചെടുത്തത് കേട്ടോ. കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കാര്യമില്ലേ, എനിക്ക് ഈ തേങ്ങ പൊളിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ തേങ്ങ ചിരണ്ടണത് അത് കൊല്ലുന്നതിൻ്റെ സമയം കേട്ടോ. തേങ്ങ ചിരണ്ടത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരേ ഒരു പണികളിൽപ്പെട്ടൊരു പണിയാണ്. തേങ്ങ പൊളിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ പൊട്ടിക്കണം അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഈ ഒരു ഇത് പറയില്ലേ, അതിനെന്താ പറയുന്നത് എന്നോട് മറന്നുപോയി. അപ്പം നൊസ്റ്റു ആ ഒരു സംഭവം. തേങ്ങ വെള്ളം നേരെ പാട്ടയിലേക്കാണ് ആക്കേണ്ടത്. നേരെ സിങ്കിൽ പോയി അങ്ങനെ അവിടെ ഒരു പണി കിട്ടി. മൊത്തം പണിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ നാരൊക്കെ പോക്കി വൃത്തിയാക്കി എടുത്തു, അല്ലെങ്കിൽ അതിന് ഉമ്മനോട് ചെയ്തേക്കും. പിന്നെ ഞാൻ കുളിച്ച് വന്നതിന് ശേഷം പിന്നെ എൻ്റെ യൂണിഫോമൊക്കെ അയൺ ചെയ്തു. ഞാൻ കുളിച്ച് വന്നതിന് ശേഷം മാത്രമേ യൂണിഫോം അയൺ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അയൺ ചെയ്യാൻ മടിയാണ്. അങ്ങനെ സ്കേർട്ടും കോട്ടും എല്ലാം അയൺ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ റെഡി ആയാൽ പിന്നെ കിച്ചണിൽ വന്നൊരു പായൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ മുടി മൊത്തം കെട്ടി വൃത്തിയാക്കി കണ്ണടിയിലൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കി നിന്ന് ഫുള്ള് സെറ്റാണോ എന്ന് നോക്കിയിട്ട് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വീണ്ടും പോയിട്ടോ. അപ്പം ഈ ചോറ് വിളമ്പാനുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇക്കാലം ഇങ്ങനെ നോർത്തി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പം പിന്നെ ഞാനിതൊക്കെ റെഡി ആയതിന് ശേഷം ഈ പണികൾക്കൊക്കെ നിൽക്കാറുള്ളൂ കേട്ടോ. ഞാൻ റെഡി ആകുമ്പോഴേക്കും ഇവിടെ ചോറും കറിയൊക്കെ പിന്നെ ബാക്കിയുള്ള എന്താ പറയുക ഇതുണ്ടാവുമല്ലോ, എന്താ പറയുക എന്നും മറന്നുപോയി. അപ്പം അതൊക്കെ എടുത്തേക്കണ പരിപാടി അതൊക്കെ എനിക്കുള്ളൊരു പരിപാടി എന്നാണ്. അത് എനിക്കുള്ള പരിപാടിയാണ്. അപ്പം ഉമ്മ പറയും ഞാനെല്ലാം ആക്കി തന്നില്ല, ഇനി എല്ലാം നീ എടുത്ത് വെച്ചു. അപ്പം ഞാൻ ചോറും കറിയൊക്കെ എടുത്ത് വെക്കും. അപ്പം എന്താ പറയുക ഉമ്മയും കൂടി എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോറും കറിയും ഇന്ന് എന്താ പറയുക മറ്റേ പരിപ്പ് കറിയില്ലേ അതും പിന്നെ നല്ല അടിപൊളി കഷ്ണമീൻ പൊരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് കഷ്ണമീൻ എന്ന് പറയുന്നത്. അങ്ങനെ അത് പൊരിച്ചതുമാണ്. പിന്നെ എൻ്റെ ഈ പാത്രത്തിന് ഒരു കുഴപ്പമുണ്ട്, ഇപ്പോൾ ഈ ഡബ്ബർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കൊടുക്കാനേ ടൈം ഉണ്ടാവാറുള്ളൂ. അങ്ങനെ അത് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ട് മൊത്തം ഇന്നത്തെ ലഞ്ച് ബോക്സ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ എൻ്റെ ബാഗിൽ കൊണ്ടുപോയി എടുത്ത് വെക്കും. ഈ ബുക്കിൻ്റെ സൈഡിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ ബാഗ് ഇങ്ങനെ ആ ഒരു ഇതിങ്ങനെ പൊന്തി കിടക്കും. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. അങ്ങനെ അത് മൊത്തം ഞാൻ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റേത് മറ്റേ ടോട്ട് ബാഗ് ആട്ടോ. ഇതിലാദ്യം മറ്റേ ബാഗായിരുന്നു, ഇപ്പം ഞാൻ ടോട്ട് ബാഗ് ആക്കിയതാണ്. ഇതാണ് എൻ്റെ ബാഗ്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ ഗൈസ്. അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ എനിക്ക് എടുക്കാൻ ടൈം കിട്ടിയില്ല. ബസ് വരാൻ വേഗം വന്നത് കൊണ്ട് ഞാൻ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വന്നപ്പോൾ ഈവനിങ് ആണ് ഞാൻ എടുത്ത വീഡിയോ. അപ്പം എന്താ പറയുക ഈവനിങ് എന്താ പറയുക പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സ്കൂളിൽ വന്ന് മേല് കഴുകി എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പം അത് വിചാരിച്ച് ഞാൻ എന്താ പറയുക പെൻസിൽ സ്കെച്ച് ചെയ്യാൻ വിചാരിച്ചു. എന്തെങ്കിലും ഡ്രോയിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്കും പിന്നെ പെൻസിൽ മേക്കപ്പ് വർക്ക് എടുത്ത് കൊലായിൽ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് എന്താ പറയുക ഉമ്മേൻ്റെ ഫോണിൽ എടുത്തിട്ടും പിൻട്രസ്റ്റ് പോയിട്ട് അങ്ങനെ കുറച്ച് പിക്ചേഴ്സൊക്കെ നോക്കി. അതിലൊരുപാട് പിക്ചേഴ്സ് ഉണ്ട്. അതൊന്നും എന്നെക്കൊണ്ട് വരയ്ക്കാൻ പറ്റിയതല്ല. പിന്നെയാണ് എനിക്ക് കുറേ ടൈം ഇങ്ങനെ കുത്തിരുന്ന് വരയ്ക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. അങ്ങനെ ഫുള്ള് ഞാൻ ഒന്ന് തപ്പി കണ്ടുപിടിച്ച് ഈ ഒരു പിക്ചറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പിക്ചറായി വരുമോ ഇനി വേറെ ഏതോ പിക്ചറായി വരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ കാര്യമാണ്. അപ്പം ഇതാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക്. ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ നമ്മുടെ ജേർണലിംഗ് ടൂറ് ഞാൻ കാണിക്കാൻ വിചാരിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു ജേർണലിംഗ് ബുക്കിൻ്റെ പേജസ് തീർന്നാലേ എനിക്കത് കാണിക്കാൻ പറ്റുള്ളൂ. അത് പെട്ടെന്ന് എന്തായാലും നമുക്ക് തീർത്തിട്ട് മൊത്തം ഒരു ടൂറിങ് ചെയ്യാം. അപ്പം ഇതാണ് ഞാൻ ഫൈനലി വരച്ചെടുത്ത പിക്ചർ. ആ പിക്ചറായിട്ടുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നൈറ്റ് ഒരു മഗ്‌രിബിന് ശേഷമൊക്കെ ആയപ്പം ഞാനും കഥസുറ്റി കുറച്ച് നേരം കളിച്ച് കുത്തിരുന്നു കേട്ടോ. അവളെ കുറച്ച് നേരം ഇങ്ങനെ കഥൂസെന്ന് വിളിച്ചാലേ അവൾ നോക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവൾ നോക്കില്ല. പിന്നെ മഗ്‌രിബ് കൊടുത്തതിന് ശേഷം ഞാൻ എന്താക്കി പോയി നിസ്കരിച്ച് എന്താ പറയുക കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി. എനിക്ക് ഇത് ഓതിയിട്ടില്ലെങ്കിലും എൻ്റെ നല്ലോണം കിട്ടും കേട്ടോ. കിട്ടേണ്ടത് എന്തായാലും കിട്ടും. അപ്പം ഞാൻ വേഗം പോയി ഖുർആനൊക്കെ ഓതി. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ. ഇനി അടുത്തത് എന്ത് വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.